ഹായ് എവരിവൺ. ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 ways to say selfish. അതായത് സെൽഫിഷ് ആണ് അല്ലെങ്കിൽ സ്വാർത്ഥരാണ് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പല പദങ്ങളുണ്ട്. അതിൽ 5 പദങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ പദമാണ് സെൽഫ് സെന്റേർഡ്. സെൽഫ് സെന്റേർഡ് നമുക്കറിയാം, സെന്റേർഡ് എന്ന് പറയുമ്പോഴേക്കും കേന്ദ്രീകരിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ സെൽഫ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ കേന്ദ്രീകരിക്കുക, നമ്മൾ മാത്രം നമ്മൾ തന്നെ, നമ്മൾ സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതത്തിന് സെൽഫ് സെന്റേർഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ് സെന്റേർഡ് അതായത് സ്വാർത്ഥത മാത്രം അന്വേഷിക്കുന്ന ആ ഒരു രീതിയാണിത്. ഇപ്പൊ സെൽഫ് സെന്റേർഡ് എന്ന് പറയുന്ന കാര്യം എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. He was completely self-centered that he never considered others' feelings. He was completely self-centered that he never considered others' feelings. ഇയാള് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി സെൽഫ് സെന്റേർഡ് ആണ്, പൂർണ്ണമായിട്ടും അയാൾ സ്വാർത്ഥനാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ വികാരങ്ങളെ പരിഗണിച്ചിട്ടില്ല. ഒരിക്കൽ പോലും അയാൾ ഇത്രയും സ്വാർത്ഥനായതുകൊണ്ട്, കംപ്ലീറ്റ് ആയിട്ട് സ്വാർത്ഥനായതുകൊണ്ട് മറ്റുള്ളവരുടെ വികാരങ്ങൾ ഒരിക്കൽ പോലും അയാൾ പരിഗണിച്ചിട്ടില്ല എന്നാണ് ഇതിനർത്ഥം. They are self-centered and bad players. ഇത് കളിക്കാരെ കുറിച്ചൊരു അഭിപ്രായം പറയുന്നതാണ്. They are self-centered and bad players. അവര് സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ്, സെൽഫ് സെന്റേർഡ് ആണ്. അതുകൊണ്ട് തന്നെ അവര് ബാഡ് പ്ലേയേഴ്സും ആണ്. അവർ ചീത്ത കളിക്കാരാണ്, നല്ല കളിക്കാരല്ല. നല്ല കളിക്കാരാണെങ്കിൽ നമ്മുടെ ടീമിലെ എല്ലാവരെയും കാര്യങ്ങൾ ഒരേപോലെ പരിഗണിക്കുമല്ലോ. അപ്പൊ അവരങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അവർ ബാഡ് പ്ലേയേഴ്സ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. He apologizes for his self-centered behavior. He apologizes for his self-centered behavior. അങ്ങനെ സ്വാർത്ഥപരമായിട്ടുള്ള ഒരു പെരുമാറ്റം അവൻ പെരുമാറിയത് കൊണ്ട് ആ പെരുമാറ്റത്തെ കുറിച്ച് അവൻ മാപ്പ് ചോദിക്കുന്നു. He apologizes for his self-centered behavior. രണ്ടാമത്തെ എക്സ്പ്രഷൻ ആണ് സെൽഫ് സെർവിങ്. സെൽഫ് സെർവിങ്. സെർവിങ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ, സേവിക്കുക. അപ്പൊ സെൽഫ് സെർവിങ് എന്ന് പറയുമ്പോഴേക്കും സ്വയം സേവിക്കുക, എന്നെ തന്നെ അല്ലെങ്കിൽ തന്നെ തന്നെ സേവിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ് സെൽഫ് സെർവിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെൽഫ് സെർവിങ് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. He was a ruthless self-serving politician. He was a ruthless self-serving politician. അതായത് ഇദ്ദേഹം എങ്ങനെയുള്ള ഒരു പൊളിറ്റീഷ്യനാണ്? പൊളിറ്റീഷ്യൻസ് സാധാരണ മറ്റുള്ളവരെ സേവിച്ച് അല്ലെ, മറ്റുള്ളവരെ നന്മ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പക്ഷെ ഇദ്ദേഹം നേരെ തിരിച്ചാണ്. ഇദ്ദേഹം സ്വന്തം കാര്യം മാത്രം നോക്കുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് ഒരു നല്ല പൊളിറ്റീഷ്യൻ അല്ല, സത്യസന്ധനായിട്ടുള്ള നല്ലൊരു പൊളിറ്റീഷ്യൻ അല്ല എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. His sudden generosity seemed suspiciously self-serving. His sudden generosity seemed suspiciously self-serving. അതായത് ഇയാൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭയങ്കര ജനറോസിറ്റി, ഭയങ്കര വിശാല മനസ്കനായിട്ട് പെരുമാറുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് കാണുമ്പോ തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ എന്തോ ഒരു സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സസ്പീഷ്യസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംശയകരമായ രീതിയിൽ സസ്പീഷ്യസ്ലി സെൽഫ് സെർവിങ്, അതായത് സ്വന്തം കാര്യം നോക്കുന്നതിന് വേണ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയമായി ഇയാളുടെ പെട്ടെന്നുള്ള ഒരു ജനറോസിറ്റി കണ്ടപ്പോഴേക്കും. അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. People are sick of self-serving politicians. People are sick of self-serving politicians. അതായത് സ്വന്തം കാര്യം, സ്വന്തം വീട്ടിലെ കാര്യവും സ്വന്തം മക്കളുടെ കാര്യവും സ്വന്തമായിട്ട് പണം ഉണ്ടാക്കി വീടിനെ സംരക്ഷിക്കണം, വീട്ടുകാരെ സംരക്ഷിക്കണം, ഈ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ള പൊളിറ്റീഷ്യൻസിനെ കൊണ്ട് ജനങ്ങൾക്ക് മടുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം. There are a lot of self-serving arguments. There are a lot of self-serving arguments. അതായത് സ്വന്തം കാര്യം നോക്കുന്നതിന് വേണ്ടി ചിലരിങ്ങനെ ചർച്ചയും അതുപോലെ തർക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന തർക്കങ്ങളുണ്ട് എന്നാണ് ഇതിനർത്ഥം. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് സെൽഫ് അബ്സോർബ്ഡ്. സെൽഫ് അബ്സോർബ്ഡ് അതായത് അബ്സോർബ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ സ്പോഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ സ്പോഞ്ച് വെള്ളത്തിൽ കാണിക്കുമ്പോഴേക്കും ആ വെള്ളത്തിനെ മുഴുവനും സ്പോഞ്ച് അബ്സോർബ് ചെയ്തെടുക്കും, അതായത് വലിച്ചെടുക്കും. അപ്പൊ അതുപോലെ സെൽഫ് അബ്സോർബിങ് എന്ന് പറയുമ്പോൾ സ്വയം എല്ലാത്തിനെയും സ്വന്തമായിട്ട് വലിച്ചെടുക്കുന്ന
അവര് എല്ലാം ഇപ്പൊ ഒരു സ്പോഞ്ച് എടുത്ത് പിഴിയുമ്പോഴേക്കും അതിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ഇപ്പൊ നമ്മളൊരു സ്പോഞ്ച് പിഴിഞ്ഞാൽ ഞാൻ എന്റെ സെൽഫ് മാത്രമാണ് പുറത്തേക്ക് വരുന്നത് അല്ലെ, സെൽഫ് മാത്രമേ ഉള്ളൂ. ഈ രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് സെൽഫ് അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് സെന്റൻസുകളിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഹി വാസ് സോ സെൽഫ് അബ്സോർബ്ഡ് ദാറ്റ് ഹി നെവർ നോട്ടീസ്ഡ് എനിവൺ എൽസ് ഫീലിംഗ്സ്. He was so absorbed that he never noticed anyone else feelings. അവനെ കൊണ്ട് തന്നെ അങ്ങനെ നിറഞ്ഞിരിക്കണായിരുന്നു. അതുകൊണ്ട് അവന് മറ്റുള്ളവരുടെ വികാരങ്ങൾ ശ്രദ്ധിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ഇപ്പോ ഇനി ഇത് നമ്മുടെ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ഒരു ചിന്താഗതിയാണ്. ഇറ്റ് ഈസ് ഈസി ടു ബിക്കം സെൽഫ് അബ്സോർബ്ഡ് വെൻ വൺസ് ലൈഫ് ഈസ് ഓൺലി ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ മീഡിയ. ഇറ്റ് ഈസ് ഈസി ടു ബിക്കം സെൽഫ് അബ്സോർബ്ഡ് വെൻ വൺസ് ലൈഫ് ഈസ് ഓൺലി ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ മീഡിയ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുക. ഇപ്പോൾ നോക്കിയാണ് സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ സെൽഫ് അബ്സോർബ്ഡ് ആണ്. കാരണം മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാനും ചിന്തിക്കാനുള്ള സമയം നമുക്കില്ല, നമുക്ക് സോഷ്യൽ മീഡിയ മാത്രം മതി. അങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ എന്തായിട്ട് മാറും? സെൽഫ് അബ്സോർബ്ഡ് ആയിട്ട് മാറും എന്നാണ് ഇതിനർത്ഥം. അടുത്തൊരു എക്സ്പ്രഷനാണ് സെൽഫ് ഒബ്സസ്ഡ്. സെൽഫ് ഒബ്സസ്ഡ് എന്ന് വെച്ചാൽ സ്വന്തം കാര്യം മാത്രം, സ്വന്തം കാര്യം സിന്ദാബാദ് എന്നൊക്കെ പറയൂലേ, അതുപോലെയുള്ള ഒരു കാര്യമാണ് സെൽഫ് ഒബ്സസ്ഡ്. അപ്പൊ സെന്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈസ് സെൽഫ് ഒബ്സസ്ഡ്. ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈസ് സെൽഫ് ഒബ്സസ്ഡ്. അതായത് ഈ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടർ, ആ കഥാപാത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ക്യാരക്ടറാണ്. ദ ലീഡേഴ്സ് സെൽഫ് ഒബ്സസ്ഡ് നേച്ചർ ലെഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ഫോൾ ഡൗൺ. ദ ലീഡേഴ്സ് സെൽഫ് ഒബ്സസ്ഡ് നേച്ചർ ലെഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ഫോൾ ഡൗൺ. അതായത് ഒരു സ്ഥാപനത്തിന്റെ ലീഡർ ആയിട്ടിരിക്കുന്ന ആള് സെൽഫ് ഒബ്സസ്ഡ് ആണെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി എങ്ങോട്ട് കൊണ്ടുപോകും? ഈ സ്ഥാപനം തന്നെ നശിച്ചു പോകാനായിട്ട് ഇടയാക്കും. ഇറ്റ് വാസ് ഒബ്വിയസ് ദാറ്റ് the politician was self-obsessed. It was obvious that the politician was self-obsessed. അതായത് പൊളിറ്റീഷ്യൻ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണെന്ന് വ്യക്തമായിരുന്നു. അടുത്തൊരു എക്സ്പ്രഷനാണ് ഈഗോസെൻട്രിക്. ഈഗോസെൻട്രിക്, ഈഗോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഐ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഞാൻ. അപ്പൊ ഞാൻ സെന്റർ ആവുക എന്നുള്ളത് ഈഗോസെൻട്രിക്. സെൽഫ് സെന്റേർഡ് എന്നുള്ളതിന്റെ വേറൊരു ഫോമാണ് ഈഗോസെൻട്രിക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകളിൽ എങ്ങനെയാണ് ഈഗോസെൻട്രിക് ഉപയോഗിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് ഈസി ടു ഫോൾ ഇൻ ടു ആൻ ഈഗോസെൻട്രിക് ട്രാപ്പ്. ഇറ്റ് ഈസ് ഈസി ടു ഫോൾ ഇൻ ടു ആൻ ഈഗോസെൻട്രിക് ട്രാപ്പ്. അതായത് ഈഗോസെൻട്രിക് ട്രാപ്പ് എന്ന് വെച്ചാൽ സ്വന്തം ഞാൻ സെന്റർ ആയിട്ടുള്ളൊരു അതിനെ ഒരു ട്രാപ്പ്, ഒരു കെണി എന്ന് പറയുന്ന ആ ഒരു കെണിയിൽ വീഴാനായിട്ട് എളുപ്പമാണ് എല്ലാവർക്കും അല്ലെ. മറ്റുള്ളവരെ സേവിക്കുക, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമാണ് എന്റെ കാര്യങ്ങളും എന്നെ സ്വയം സേവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈഗോസെൻട്രിക് ട്രാപ്പിലേക്ക് വീഴാനായിട്ട് വളരെ എളുപ്പമാണ് എന്നാണ് ഇതിനർത്ഥം. യങ് ചിൽഡ്രൻ ആർ യൂഷ്വലി ഈഗോസെൻട്രിക്. യങ് ചിൽഡ്രൻ ആർ യൂഷ്വലി ഈഗോസെൻട്രിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾ മിക്കവരും സ്വന്തം കാര്യം മാത്രം എന്നുള്ളൊരു ചിന്താഗതിയുള്ളവരാണ്. അവർക്ക് എന്ത് കിട്ടിയാലും അവർ സ്വന്തമായിട്ട് തന്നെ എടുക്കും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ യങ് ചിൽഡ്രൻ ആർ യൂഷ്വലി ഈഗോസെൻട്രിക്. ഹിസ് ഈഗോസെൻട്രിക് ആറ്റിറ്റ്യൂഡ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കൊളാബറേറ്റ് വിത്ത് അതേഴ്സ്. അതായത് എന്റെ ഈ ഈഗോസെൻട്രിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് അവനെ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനായിട്ട് പ്രാപ്തനാക്കിയില്ല എന്നാണ് ഇതിനർത്ഥം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വേസ് ടു സേ സെൽഫിഷ്. സെൽഫിഷ്, സ്വാർത്ഥരാണെന്ന് പറയുന്ന ആ പലതരത്തിലുള്ള ഉപയോഗങ്ങളായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇത് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് നിങ്ങളുടെ സംസാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.